ആഗസ്റ്റ് മാസത്തിലെ അവസാന ട്രേഡിംഗ് ഡേ ഗ്ലോബൽ മാർക്കറ്റ് വോളറ്റൈലായിട്ടും അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നാസ്ഡാക്ക് 1.13%, S&P 1.01% ഉയർന്നു. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. ഡാക്സ് ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗും CSE, ഫഡ്സ് തുടങ്ങിയ ഇൻഡെക്സുകളും ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗും നൽകി. ഇന്ത്യൻ മാർക്കറ്റിൽ വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. തുടർച്ചയായ 12ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ഇൻഡെക്സ് 25,250 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ബൈയിങ് സൈഡിലേക്ക് മാറി 5,318 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 3,198 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. ബ്രന്റ് ക്രൂഡിൻ്റെ വില 1.4% ഇടിഞ്ഞ് $78 പെർ ബാരൽ എന്ന ലെവലിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് GSPL അല്ലെങ്കിൽ ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോളിയം കോർപ്പറേഷൻ. ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോളിയം കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗ് പ്ലാൻ വെള്ളിയാഴ്ച അവതരിപ്പിച്ചിരുന്നു. ഈ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗ് പ്ലാൻ വഴി കമ്പനി ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ്, GSPL ട്രാൻസ്മിഷൻ ലിമിറ്റഡ് എന്നീ 2 എൻറ്റിറ്റികൾ വഴിയായിരിക്കും ഇനിയുള്ള കമ്പനിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ നടത്തുക. സോളാർ എനർജി കോർപ്പറേഷൻ, റെയിൽടെൽ കോർപ്പ്, NHPC, SJVN തുടങ്ങിയ കമ്പനികൾക്ക് നവരത്ന സ്റ്റാറ്റസ് ലഭിച്ചതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അദാനി ഗ്രീൻ എനർജി സൊല്യൂഷൻ എന്ന കമ്പനി REC പവർ ഡെവലപ്മെൻറ്റ് ആൻഡ് കൺസൾട്ടൻസി എന്ന കമ്പനിയുമായി ചേർന്ന് ബാവ്ഡ ഫോറെ പവർ ട്രാൻസ്മിഷൻ അക്വിസിഷനുമായി ബന്ധപ്പെട്ട് ഷെയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഫോർട്ടിസ് ഹെൽത്ത് കെയർ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ആഗ്ലിസ് ഡയഗ്നോസ്റ്റിക്സിൻ്റെ 31.52% സ്റ്റേക്കുകൾ ഫോർട്ടിസ് ഹെൽത്ത് കെയർ എന്ന കമ്പനി അക്വയർ ചെയ്യാൻ തീരുമാനിച്ചു. സെഞ്ചുറി ടെക്സ്റ്റൈൽസ് എന്ന കമ്പനി ബിർള എസ്റ്റേറ്റുമായി ചേർന്ന് നോയിഡയിലുള്ള 131 ഏക്കർ ലാൻഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി കോ ഡെവലപ്മെൻറ്റ് പാക്റ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കാനറ ബാങ്കിന് പ്രശസ്ത റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് Baa3 എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. സ്റ്റേബിൾ ഔട്ട്ലുക്കാണ് കാനറ ബാങ്കിന് നൽകിയിരിക്കുന്നത്. ഇൻസെക്ടിസൈഡ്സ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ കോർപ്പറേറ്റ് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കമ്പനി ബൈബാക്ക് പ്രഖ്യാപിച്ചു. 50 കോടി രൂപയുടെ ബൈബാക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1000 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ബൈബാക്ക് പ്രഖ്യാപിച്ചു. ബൈബാക്കിൻ്റെ റെക്കോർഡ് ഡേറ്റ് സെപ്റ്റംബർ 11. LIC HDFC AMCയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 4.9% നിന്നും 2.8% കുറച്ചിട്ടുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും റിലയൻസിൻ്റെ മീഡിയ സെക്ടറിലെ ന്യൂസ് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്നതാണ്. വയാക്കോം 18 സ്റ്റാർ ഇന്ത്യയും തമ്മിലുള്ള മീഡിയ മെർജറിന് NCLT, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നീ ഏജൻസികളുടെ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. ആദിത്യ ബിർള ഇൻഷുറൻസ് ബ്രോക്കേഴ്സിലുള്ള 50%ഓളം സ്റ്റേക്ക് സെൽ ചെയ്ത് 282 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്തു. സെപ്റ്റംബർ 1 പുറത്തു വന്ന ഓട്ടോ സെയിൽസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മാരുതി സുസുക്കിയുടെ സെയിൽസ് 3.8% ഇടിഞ്ഞ് 1,89,082 യൂണിറ്റിൽ നിന്നും 1,81,782 യൂണിറ്റിലേക്ക് കുറഞ്ഞു. ഇയർ ഓൺ ഇയറിലാണ് മാരുതിയുടെ സെയിൽസ് 3.8% ഇടിഞ്ഞത്. ഡൊമസ്റ്റിക് പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് 8.4% ഇടിഞ്ഞ് 1,86,114 യൂണിറ്റിൽ നിന്നും 1,43,075 യൂണിറ്റിലേക്ക് എത്തി. ടോട്ടൽ ഡൊമസ്റ്റിക് സെയിൽസ് 5.3% ഇടിഞ്ഞ് 1,64,468 നിന്നും 1,55,779 യൂണിറ്റിലേക്ക് എത്തി. അതേസമയം എക്സ്പോർട്ട് 5% വർദ്ധിച്ച് 24,614 നിന്നും 26,003 എത്തി. ടാറ്റ മോട്ടോഴ്സിൻ്റെ ടോട്ടൽ സെയിൽസ് 8.1% ഇടിഞ്ഞ് 78,010 നിന്നും 71,693 യൂണിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസ് 15.2% ഇടിഞ്ഞ് 32,077 യൂണിറ്റിൽ നിന്നും 27,207 യൂണിറ്റിലേക്ക് എത്തി. പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ സെയിൽസ് 45,933 യൂണിറ്റിൽ നിന്നും 44,486 യൂണിറ്റിലേക്ക് എത്തി. TVS മോട്ടോർ ടാറ്റ മോട്ടോഴ്സിനെയും മാരുതി സുസുക്കിയെയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. TVS മോട്ടോറിൻ്റെ ടോട്ടൽ സെയിൽസ് 13% വർദ്ധിച്ച് 3,45,848 യൂണിറ്റിൽ നിന്നും 3,91,588 യൂണിറ്റിലേക്ക് എത്തി. ടു വീലർ സെയിൽസ് 14% വർദ്ധിച്ച് 3,32,110 യൂണിറ്റിൽ നിന്നും 3,78,841 യൂണിറ്റിലേക്ക് എത്തി. എക്സ്പോർട്ട് 14% വർദ്ധിച്ച് 87,515 യൂണിറ്റിൽ നിന്നും 99,976 യൂണിറ്റിലേക്ക് എത്തി. ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ സെയിൽസ് 4% വർദ്ധിച്ച് 23,887 നിന്നും 24,779 എത്തി.
ഏഷ്യർ മോട്ടോഴ്സിൻ്റെ പെർഫോമൻസ് മോശമാണ്. റോയൽ എൻഫീൽഡിൻ്റെ സെയിൽസ് 5% ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞു. 2023 ആഗസ്റ്റ് മാസത്തിൽ 77,583 യൂണിറ്റ് സെയിൽസ് ചെയ്തെടുത്ത് ഇപ്പോൾ 73,629 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് വന്നിരിക്കുന്നത്. എക്സ്പോർട്ട് 2% ഇടിഞ്ഞ് 8,190 യൂണിറ്റിൽ നിന്നും 8,006 യൂണിറ്റിലേക്ക് എത്തി. അതുപോലെ തന്നെ VCE കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസ് 1% വർദ്ധിച്ചിട്ടുണ്ട്. SML ഇസൂസുവിൻ്റെ സെയിൽസ് 1.5% ഇടിഞ്ഞ് 1,005 നിന്നും 990 യൂണിറ്റിലേക്ക് എത്തി. കാർഗോ വെഹിക്കിൾ സെയിൽസ് 6.2% ഇടിഞ്ഞ് 323 യൂണിറ്റിൽ നിന്നും 303 യൂണിറ്റിലേക്ക് എത്തി. പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് 682 നിന്നും 687 ഉയർന്നു. VST ട്രിലേഴ്സ് ട്രാക്ടേഴ്സിൻ്റെ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 9.4% വർദ്ധിച്ച് 4,037 നിന്നും 4,416 എത്തി. പവർ ട്രിലേഴ്സിൻ്റെ സെയിൽസ് 11.2% വർദ്ധിച്ച് 3,616 നിന്നും 4,022 യൂണിറ്റിലേക്ക് എത്തി. എന്നാൽ ട്രാക്ടർ സെയിൽസ് 6.4% ഇടിഞ്ഞ് 424 നിന്നും 394 യൂണിറ്റിലേക്ക് എത്തി. ഓയിൽ ഇന്ത്യ എന്ന കമ്പനി ഇന്ദ്രധനുഷ് ഗ്യാസ് ഗ്രിഡ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ചേർന്ന് നോർത്ത് ഈസ്റ്റ് റീജിയനിലെ എനർജി ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ MOIL എന്ന കമ്പനി ഫെറോ ഗ്രേഡ് മാംഗനീസ് ഓർസിൻ്റെ വിലയിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ MOIL എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. GPT ഇൻഫ്രാ പ്രോജക്റ്റ് എന്ന കമ്പനിക്ക് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ നിന്നും ഓവർ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി 204 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി DCM ശ്രീരാമിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 8.58% നിന്നും 6.41% കുറച്ചിട്ടുണ്ട്. ഇമാമി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ഇമാമി എന്ന കമ്പനി മെൻസ് ഗ്രൂമിംഗ് ബ്രാൻഡായ ഹീലിയോസ് ലൈഫ് സ്റ്റൈലിൻ്റെ 49.6% സ്റ്റേക്കുകൾ അക്വയർ ചെയ്തു. ഈ അക്വിസിഷനോടുകൂടി ഹീലിയോസിൻ്റെ 100% സ്റ്റേക്കും ഇമാമി കൈയടക്കിയിട്ടുണ്ട്. കിംസ് എന്ന സ്റ്റോക്ക് ചലാസാനി ഹോസ്പിറ്റൽസിൻ്റെ 100% സ്റ്റേക്കുകൾ 28 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. സീമൻസ് എന്ന കമ്പനിക്ക് 29.4 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് ലഭിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.